വെൽക്കം ബാക്ക് ടു കുക്കിംഗ് കൗണ്ടർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഡെലീഷ്യസ് ഡെസേർട്ട് റെസിപ്പിയുമായിട്ടാണ്. ക്യാരറ്റ് ഹൽവ പുഡിംഗ്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഡെസേർട്ട്. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് പാനിലേക്ക് ഇടാം. ഇനി നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഏലക്ക ഫൈനായി പൊടിക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയും അതിലേക്ക് ചേർക്കുക. വെള്ളം വറ്റുന്നവരെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർക്കാം. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷണലാണ്. ഇപ്പം നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇപ്പം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ സെർവ് ചെയ്യാം. നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് 1/2 കപ്പ് പാലൊഴിക്കുക. 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് തണുത്ത പാൽ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പാലിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. തിളച്ച പാലിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൈയെടുക്കാതെ മിക്സ് ചെയ്യാം. ഈ ഒരു പരുവാകുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ പോവാണ്. അതിനൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു മിക്സറില്ലേ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ബ്രെഡിൻ്റെ പീസസ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് വെച്ചതിന് ശേഷം കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ മിക്സ് ഇതിലേക്ക് വീണ്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ക്യാരറ്റ് ഹൽവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് ബാക്കി ബ്രെഡും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി തന്നെയാണിത്. ഇനി കസ്റ്റാർഡും ചേർത്ത് നേരത്തെ നമ്മൾ അത് ചെയ്ത പോലെ തന്നെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഇനി നമുക്കിത് 1/2 മണിക്കൂർ തണുപ്പിക്കാൻ വെക്കാം. ദേ നമ്മുടെ ഡെലീഷ്യസ് ഡെസേർട്ടായ ക്യാരറ്റ് ഹൽവ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യുക. ഇനി ഒരു പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണുന്നവരെ താങ്ക് യു.